2023-24 ശബരിമല മണ്ഡല മകരവിളക്ക് കാലം. അന്ന് ശബരിമലയിൽ ചുമതലയുമായി അജിത് കുമാർ ഉണ്ട്. ദിവസവും ദേവസ്വവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലാണ്. 18-ാം പടി വഴി കൂടുതൽ തീർത്ഥാടകരെ കയറ്റിവിടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ആ യോഗത്തിൽ സാധ്യമല്ല എന്ന മറുപടിയാണ് MR അജിത് കുമാർ നൽകിയത്. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആ മണ്ഡലകാലത്ത് കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു. 24 മുതൽ 72 മണിക്കൂർ വരെ തീർത്ഥാടകർ വരി നിൽക്കേണ്ട സ്ഥിതിയുണ്ടായി. നിരവധി തീർത്ഥാടകർ മടങ്ങിപ്പോകുന്നതായി പ്രഖ്യാപിച്ചു. ചിലർ പന്തളത്തുപോയി മാല ഊരി. ഇതൊക്കെ വലിയ വാർത്തയായി. ശബരിമല പ്രക്ഷോഭകാലത്തേക്കാൾ തീർത്ഥാടനം കലങ്ങിയത് 2023-24 മണ്ഡലകാലത്തായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം സംഭവിച്ചത് നോക്കുക. 18-ാം പടി വഴി കൂടുതൽ തീർത്ഥാടകരെ കടത്തിവിടാൻ പോലീസ് അനുമതി നൽകി. അലോസരമൊന്നുമില്ലാതെ തീർത്ഥാടനം പൂർത്തിയായി. 3 മണിക്കൂർ വരെയൊക്കെ മാത്രമാണ് വരി നിൽക്കേണ്ടി വന്നത്. ശബരിമലയിൽ തീർത്ഥാടനം അലങ്കോലമായാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാവുക BJPക്കാണ്. ശബരിമല പ്രക്ഷോഭത്തിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായതാണ്. അതുപോലെ പൂരം കലങ്ങിയതിൽ നേട്ടം കൊയ്തത് ആംബുലൻസിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയുമായിരുന്നു.